ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് കാണാം കേട്ടോ. ബാംഗ്ലൂരിൽ നമ്മുടെ ഡേ ഇൻ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ എന്താ, മോൻ്റെ സ്കൂൾ റീഓപ്പൺ ചെയ്തു. പിന്നെ കുറച്ച് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് മോൻ്റെ ടിഫിനിലേക്കുള്ള ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ അത്താഴമൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഊത്തൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോഴത്തേക്കാണ് കിച്ചണിലോട്ട് വരുന്നത്. എന്നിട്ടിതാ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ 2 കപ്പ് മാവാണ് എടുക്കുന്നുള്ളത്. അതേ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് മൊത്തത്തിൽ ഞാനിപ്പോൾ വെള്ളം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൽ കുറച്ച് ബാക്കി വരുന്നുണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. എന്നിട്ട് നമ്മളിത് കുഴച്ച് വെച്ച് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും, ചപ്പാത്തി നല്ല പൊങ്ങി വരും. ഇനിയിപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ, എന്നാൽ ചപ്പാത്തി നന്നായി വരുള്ളൂ. അങ്ങനെ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിപ്പോൾ അടിച്ച് വെച്ച് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ അതിൽ ബാക്കി വന്ന വെള്ളമാണ് കേട്ടോ. ഇത്രയും ബാലൻസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇനി നമുക്ക് ഒരു ഓംലെറ്റ് ചെയ്തെടുക്കണം. ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത് ചപ്പാത്തി ഷവർമയാണ്. അതിനായിട്ട് ഒരു സവാള, ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എരിവിനായിട്ട് പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മോന് കഴിക്കും, മോളങ്ങനെ എരിവൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് സ്കിപ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക, കുരുമുളക് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് കുട്ടികൾക്കായതുകൊണ്ട് ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച സവാളയും തക്കാളിയും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 മുട്ടയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണ്ടാന്നുണ്ടെങ്കിൽ, ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കാണുമ്പോൾ നല്ല ഭംഗി, കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇത് ഇട്ട് കൊടുത്താൽ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ മോൻ എണീറ്റു. അപ്പോൾ മോനും എൻ്റെ കൂടെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. എനിക്കത് അവൻ്റെ ടിഫിനൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കലാണ്. എന്നിട്ട് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. അങ്ങനെ ടിഫിനും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചപ്പാത്തിൻ്റെ മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൊടി വിതറിയിട്ട് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ പതിയെ പരത്തിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് സ്പീഡിൽ കാണിക്കുന്നതാണ്. പതിയെ നമ്മൾ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്പീഡിൽ ചെയ്യുന്നതാണ് കേട്ടോ. വീഡിയോ സ്പീഡിൽ ചെയ്തതാണ്, അല്ലാതെ ഞാൻ ചപ്പാത്തി പരക്കുന്ന സ്പീഡിലൊന്നുമല്ല കേട്ടോ. പതിയെ പരത്തുക. എപ്പോഴും നമ്മൾ ചപ്പാത്തിക്ക് പരത്തുമ്പോൾ പതിയെ പരത്തിയെടുക്കണം. അപ്പോഴായിരിക്കും ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ചപ്പാത്തി ചുടുമ്പോൾ ഒരു തുള്ളി ഓയിൽ പോലും ഞാൻ ചേർക്കാറില്ല കേട്ടോ.
നല്ല സോഫ്റ്റാണ്. നമ്മൾ ഇതുപോലെ ചുട്ടെടുത്തിട്ട് അപ്പം തന്നെ കാസറോളിൽ അടിച്ച് വെച്ചാൽ നല്ല സോഫ്റ്റായിരിക്കും കേട്ടോ. കുറേ നേരം ആ സോഫ്റ്റ്നെസ് അങ്ങനെ തന്നെ ഉണ്ടാവും. ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് വെക്കരുത് കേട്ടോ. അപ്പോഴാണ് അതൊരു ഡ്രൈ ആയിട്ട് നമുക്ക് വരുന്നത്. നമ്മൾ അപ്പം തന്നെ ഒരു കാസറോളിൽ വെച്ച് അടിച്ച് വെച്ചാൽ അതുപോലെ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. പാൻ നല്ല ചൂടായിട്ടുണ്ട്. ഞാൻ നേരത്തെ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പരത്താൻ തുടങ്ങുമ്പോൾ ഞാൻ പാനും ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനിയിപ്പോൾ ഇത് ചെറിയൊരു കുമിള വരുമ്പോഴത്തേക്കിനും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1-2 സെക്കൻഡ് മതി കേട്ടോ. അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ തീയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. സത്യം പറഞ്ഞാൽ അത് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ സ്റ്റോപ്പായത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനിതെങ്ങനെയാണ് ഗ്യാസിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. ഇതിപ്പോൾ ഈ സമയമാകുമ്പോഴത്തേനും നമ്മളിതാ ഇതുപോലെ ഗ്യാസിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ചപ്പാത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആ സമയത്ത് വേസ്റ്റ് എടുക്കാനുള്ള വണ്ടി വന്നു. അങ്ങനെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് വീണ്ടും വന്ന് അതിനുള്ള ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ആംലെറ്റ് ചുട്ടെടുക്കാം. ഇതിപ്പോൾ അതിങ്ങനെ മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചത്, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊരു വശം ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതങ്ങനെ പൊങ്ങി വരുമ്പോൾ അതിനകത്തൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ മൊത്തത്തിലായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് നടുവശം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലഞ്ചിനാണ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 2 കഷ്ണം മാങ്ങയും വിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 9 മണിക്കൊരു ബ്രേക്ക് ടൈമുണ്ട്. ആ സമയത്ത് കഴിക്കാനുള്ളതാണ്. ചിപ്സും ക്യാഷുമാണ് ആ സമയത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അവൻ്റെ ലഞ്ച് ബാഗൊക്കെ റെഡിയായി. അങ്ങനെ ആ സമയത്ത് അവന് കുളിച്ചിട്ടൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നതാ ഞാൻ ഫുഡൊക്കെ കഴിച്ച് അവന് ബസ് വരാറായിട്ട്. ബസ് അവന് 7:20 അവൻ്റെ സ്കൂൾ ബസ് വരും. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ റൂമിൻ്റെ അടുത്തുനിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം പോയി. പിന്നെ അവന് കുറച്ച് നേരം അവിടെ കളിച്ച് ഇപ്പോഴേക്കും അവൻ്റെ ബസ് വന്ന് അങ്ങനെ മോന് പോയിട്ടാ സ്കൂളിലോട്ട് അവൻ പോയി. ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇത്ര ദിവസം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ചെറിയൊരു വിഷമം ഉണ്ടാകുന്നു പോയി കഴിഞ്ഞപ്പോൾ. പിന്നെ അതിന് നേരെ വന്നിട്ട് നിസ്കാര കുപ്പ ഇളക്കാനുണ്ടായിരുന്നു. അതൊക്കെ മിഷനിലിട്ട് എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ നിസ്കാരക്കുപ്പ ഇളക്കാനായിട്ട് ഒരു 10 മിനിറ്റ് അവിടെ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ കിച്ചണിലോട്ട് വന്നു. പിന്നെ ഇക്കാക്ക് പോകാനുണ്ടായിരുന്നു, മോൾക്ക് അംഗനവാടിയിൽ പോകാനുണ്ട്. അങ്ങനെ അവർ എണീക്കുന്നതിന് മുമ്പ് കിച്ചണിലെ പണി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് വന്ന് എന്നിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴുകി എടുത്തു. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് കേട്ടോ. വെള്ളം ഉണ്ടാകാറില്ല ചില സമയത്ത്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ വലിയ പാത്രത്തിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാറാണ് കേട്ടോ. അതിപ്പോൾ അത് കണ്ടില്ലേ, 2 ദിവസം കഴിയുമ്പോൾ അങ്ങനെ അഴുക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഞാൻ കഴുകി മാറ്റിക്കൊണ്ടേ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെയിലത്ത് ഉണക്കാൻ വെക്കും കേട്ടോ. എന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിൽ വെള്ളം നിറച്ച് വെക്കും. വെള്ളം ഇല്ലാത്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കുട്ടികളുണ്ടാവുമോ ഒന്നും പറയണ്ട. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിനിടയിൽ മൂക്കുള്ള ചപ്പാത്തി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ മോൾക്ക് ഇത് കഴിക്കാനുള്ളതാണ് കേട്ടോ. മോൾക്ക് ടിഫിനൊന്നും കൊടുക്കില്ല. ബ്രേക്ക് ടൈമിന് കഴിക്കാനുള്ള ബിസ്ക്കറ്റോ ലേസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. ലഞ്ചായിട്ടൊന്നും കൊടുക്കത്തില്ല. അവിടെ ചോറുണ്ട് അവൾക്ക്. ഇതിപ്പോൾ അവൾക്ക് കഴിക്കാനുള്ളതാണ്. ഇനി ഇത് കുഞ്ഞാവക്കുള്ളതാണ് കേട്ടോ. കുഞ്ഞു ചപ്പാത്തി. ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ അവരെ തനിയെ കഴിച്ചോളി. ഇനി ഫുഡ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ.
അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ വെയിലത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വലിയ പാത്രങ്ങളൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് ഞാൻ അകത്ത് സ്റ്റോർ ചെയ്യാറുള്ളത്. ഇല്ലെങ്കിൽ ഒരുമാതിരി ഉണ്ടാവും കേട്ടോ വെള്ളത്തിൻ്റെ അഴുക്കൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലായിട്ട് കിച്ചൻ്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കി എടുത്ത് അങ്ങനെ ഇനിയിപ്പോൾ ഈ സിങ്കൊക്കെ കഴുകി കഴിഞ്ഞാൽ കിച്ചൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. കിച്ചൻ്റെ പണി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞ പോലെ ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാക്കാൻ്റെ ഡ്രസ്സിൽ ഇസ്ത്രി ഇടണം, പിന്നെ മോളെ ഒരുക്കണം, അവളെ കുളിപ്പിക്കണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല. വീഡിയോ ഇതൊക്കെ നടക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ നേരെ ഇക്കാന് ഷർട്ടിൽ ഇസ്ത്രി ഇടാൻ പോകുന്നു. ആ സമയത്ത് നിസ്കാരക്കുപ്പായൊക്കെ ഞാനെടുത്ത് ലാങ്ങിട്ടായിരുന്നു, അതൊക്കെ ഇട്ട് എടുത്ത് പിന്നെ അതിന് അപ്പോഴേക്കും ഇക്ക മോളും കുഞ്ഞാവൊക്കെ എണീറ്റിട്ടാ. പിന്നെ കുഞ്ഞാവക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് മോക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അവളെ കുളിപ്പിച്ച് ഇനിയിപ്പോൾ അവളെ അംഗനവാടിയിലേക്ക് വിടണം. ഇതിപ്പോൾ ഞാൻ ഹെയർ ഡ്രയർ എന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫാനിൻ്റെ ഇടയിൽ അവളെ ഹെയർ ഡ്രൈ ചെയ്യലാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ പുറത്ത് വെയിലത്ത് ഒരു 5-10 മിനിറ്റ് ഞാൻ അവളെ കസേരയിൽ ഇരുത്തും കേട്ടോ. അല്ലാതെ ഡെയിലി ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഇനിയിപ്പോൾ അവളെ ഒരുക്കണം. ഇപ്പോൾ തലകെട്ടി അവൾ പോവാണ്. അങ്ങനെ ഇക്കാക്കവും മോളും പോയി. അപ്പോൾ അതിനിടയിൽ കുഞ്ഞാവും ഓടുന്നുണ്ട്. അപ്പുറത്തേൽ പോയി ഇനിയിപ്പോൾ ഇപ്പുറത്തേൽ കൂടി പോയിട്ട് അവർക്ക് ടാറ്റ ബായൊക്കെ പറയുവന്. അപ്പോൾ ഈ സമയത്ത് അവന് ഒരു ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല സങ്കടമാണ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൻ ഒറ്റക്കാവും. പിന്നെ ഞാൻ എൻ്റെ പണിയിലായിട്ടുണ്ടാവും. അങ്ങനെ അവരൊക്കെ പോയി. പിന്നെ എൻ്റെ പിന്നെയുള്ള പണി കഴിയണമെന്നുണ്ടെങ്കിൽ മോനൊരു സൈഡാക്കണം. അപ്പോൾ അവന് അലക്സ വെച്ച് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് അവന് അലക്സയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടുണ്ടാവും. അവന് വേണ്ട ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെച്ച് അവൻ അതിൽ കളിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളോട് എടുക്കാറുണ്ട്. അങ്ങനെ അവന് അവിടെ കളിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ബെഡ്റൂം വരക്കാൻ വന്നിട്ടാ. ഇനിയിപ്പോൾ ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. ബെഡ്റൂം ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തത്തിൽ വാരി വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബെഡ്റൂം എപ്പോഴും അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ക്ലീൻ ചെയ്യാറ്. എന്താ വെച്ചാൽ മൊത്തത്തിൽ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടാവും അവർ. എന്താ പറയുക, മൊത്തത്തിലെല്ലാം വലിച്ചെടുത്ത് അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ പോയതിന് ശേഷമാണ് ഞാൻ ബെഡ്റൂം ക്ലീൻ ചെയ്യാറുള്ളത്. അങ്ങനെ ബെഡ്റൂമിൻ്റെ പണിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടിച്ചു വാരണം. ഇതൊക്കെ പിരിച്ച് കഴിഞ്ഞിട്ട് അടിച്ചു വാരണം. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 3/4 ഭാഗം പണി കഴിഞ്ഞ ഫീലാണ്. ബെഡ്റൂം കൂടി വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ അടിച്ചു വാരണം, എന്നിട്ട് തുടക്കണം, നല്ല തുടക്കണം, ബാൽക്കണി തുടക്കണം. പിന്നെ അലക്കിയ വസ്ത്രങ്ങളൊക്കെ വെയിലത്ത് ഉണക്കാനിടണം. അങ്ങനെ ഇപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ അലക്കി കഴിഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതൊക്കെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് വീണ്ടും നേരെ ഞാൻ കിച്ചണിലോട്ട് പോവാണ്. ഇതിപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ടാവും കേട്ടോ.
പിന്നെ അത് ഞാൻ ഫ്രിഡ്ജിലിട്ടുണ്ടായിരുന്ന മീൻ വെള്ളത്തിലിട്ടു വൈകുന്നേരത്തേക്കുള്ളത്. പിന്നെ മോന് പാല് ചൂടാക്കാൻ വെച്ചു. അങ്ങനെ വൈകുന്നേരത്തേക്കുള്ള ഐസ് ഫ്രിഡ്ജിൽ വെച്ചു, പാലൊക്കെ ഫ്രിഡ്ജിൽ ഐസാവാൻ വെച്ചിട്ട് പിന്നെ നേരെ ചെടി നനക്കാൻ ഇറങ്ങി. അപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഉണങ്ങിപ്പോയിട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ. ഇപ്പം മൊത്തത്തിൽ ഉണങ്ങി കിടക്കുകയാണ്. ഡെയിലി വെള്ളം ഒഴിക്കാറുണ്ട്, എന്നാലും ഇപ്പോഴത്തെ ചൂടിന് മൊത്തത്തിൽ ഡ്രൈ ആയി കിടക്കുകയാണ്. അങ്ങനെ മോൻ്റെ മുട്ടയും പാലൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിച്ച് ഇനി അവൻ ഉറക്കണം. ഇനിയിപ്പോൾ അവനെ ഉറക്കിയിട്ടാണ് ഇനി കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട്. ഇനി അവൻ ഉറങ്ങുന്ന സമയത്താണ് വീട്ടിലേക്ക് വിളിക്കണം, പിന്നെ കുളിക്കണം. ആ സമയത്താണ് ഞാൻ ആ പണിയൊക്കെ ചെയ്യാറ് കേട്ടോ. അങ്ങനെ അവനെ ഉറക്കി. പിന്നെ ആ സമയത്ത് എൻ്റെ എല്ലാ പണികളും ഞാൻ തീർത്ത് തുടക്കലും ബാത്റൂം കഴുകലും കുളിക്കലും ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് നമ്മുടെ നിസ്കാരപ്പായൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. കുളിച്ച് വന്നപ്പോഴേക്കും ഇനി നേരെ നിസ്കരിക്കാൻ പോകണം. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞാമ്മ വന്നു. മുഹമ്മദ് അവനവിടെ അവനെൻ്റെ കൂടെ എപ്പോഴും നിസ്കരിക്കാൻ അവന് ഓടി വന്ന് അവിടെ ഇരിക്കും. മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പം മണി ഏകദേശം 1:30 മണിയായിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ മോന് ഫുഡ് കൊടുക്കലാന്ന്. അപ്പോൾ മോന് ഫുഡൊക്കെ കൊടുത്ത് ഇനി മോളെ കൂട്ടിക്കൊണ്ട് വരാൻ പോകണം അംഗൻവാടിയിൽ. അങ്ങനെ അവൻ്റെ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് എന്നിട്ട് ഞങ്ങൾ നേരെ മോളെ കൊണ്ടുവരാൻ ഇറങ്ങിയിട്ടാ. അവന് ഭയങ്കര ഹാപ്പിയാണ് മോളെ കൂട്ടാൻ പോകുന്ന പറയുമ്പോൾ. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടാവും കേട്ടോ ഇവിടുന്ന്. അത്രേ ദൂരമുള്ളൂ, ഒരുപാടൊന്നുമില്ല, എന്നാലും ഒരു 10 മിനിറ്റ് നടക്കണം. അവനെ നടക്കണമെന്ന് വാശി പിടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചൂടത്ത് നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അടുത്ത് അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് മോൾ അംഗൻവാടിയിലെത്തി. അപ്പോൾ ഇതാണ് മോൾ അംഗൻവാടി. അങ്ങനെ അവളെ കൂട്ടിയിട്ട് വന്ന് പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന കുട്ടികൾ ഇപ്പം കണ്ടില്ലേ, തലയൊക്കെ ഒരുമാതിരിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ അവരവിടെ ഒരു വണ്ടി നിർത്തിയിട്ട് കണ്ട് പിന്നെ കുറച്ച് നേരം അവിടെ കളിക്കണമെന്നായി. പിന്നെ അവിടെ ചെറിയ ഷോപ്പുണ്ട് കേട്ടോ, ഞങ്ങൾ എന്നും സാധനം വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ചോക്കപ്പാറ വേണമെന്ന് പറഞ്ഞിട്ട് 2 പേർക്കും ചോക്കപ്പാറൊക്കെ മേടിച്ചു കൊടുത്ത്. അങ്ങനെ ഇനിയിപ്പോൾ 2:30 മണിയായിട്ടോ ഈ സമയമാകുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ 1.5 മണിക്കൂർ ഒന്ന് കിടക്കണം. പിന്നെ മോന് വരുന്ന പിന്നെ ഒരു 3:20 മോന് സ്കൂൾ വിട്ട് വരും. അങ്ങനെ ഒരു സൈഡാക്കി ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് രാവിലെ അത്താഴത്തിനടിച്ച് പിന്നെ കിടന്നിട്ടില്ല. പിന്നെ ഈ വെയിലത്തും പോയി വന്നതിന് ശേഷം ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ ഒരു 1 മണിക്കൂർ അവിടെ കിടന്ന്. ആ സമയത്ത് ഇവർ 2 പേരും കളിക്കായിരുന്നു. അങ്ങനെ ഇപ്പോൾ കുറച്ച് സമയം കിടന്ന് പിന്നെ വീണ്ടും ഞാൻ കിച്ചണിലോട്ട് കയറി. ഒരു 3 മണിയായപ്പോഴേക്കും ഞാൻ കിച്ചണിലോട്ട് വന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കണം. ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കാറ്. അപ്പോൾ ഇന്ന് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ. ഇനിയിപ്പോൾ ഈ സമയത്ത് ഞാൻ ഉണ്ടാക്കി വെക്കാണ്. അപ്പോൾ ആദ്യം ഞാനിത് ഉപ്പിട്ടിട്ടാണ് കഴുകുന്നത് കേട്ടോ. നമ്മളെപ്പോഴും മുന്തിരി കഴുകുമ്പോൾ അതിൻ്റെ ആ വെള്ളപ്പൊടിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് നല്ലപോലെ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിൽ ആദ്യം ഞാൻ കഴുകും. എന്നിട്ട് നോർമൽ വെള്ളത്തിൽ 2-3 തവണ കഴുകിയെടുക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അഴുക്കൊക്കെ പോകും. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അതിലുള്ള ആ കെമിക്കലും അഴുക്കൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ. എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ലപോലെ കഴുകി തന്നെ കൊടുക്കുക. നമ്മൾ വീട്ടിലൊക്കെ കാണുന്നതാണല്ലോ ആ കെമിക്കൽ, ഒരു പൗഡർ പോലത്തെ ഒരു സാധനം അവർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് തന്നെ കഴുകി കൊടുക്കുക കുട്ടികൾക്ക്. അങ്ങനെ ഇത് നന്നായിട്ട് കഴുകിയെടുക്കലാണ്.
ആദ്യം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുക, എന്നിട്ട് 2-3 പ്രാവശ്യം നമ്മുടെ സാധാ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ആ വെള്ളം കളഞ്ഞിട്ട് ഇപ്പോൾ വേറെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2-3 തവണ വീണ്ടും ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ട് നിങ്ങൾ എത്ര മുന്തിരിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതൊന്നും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് മുകളിലോട്ടായിട്ട് വരുന്നത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മധുരത്തിനനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. നല്ലപോലെ തിളച്ച് വരുമ്പോൾ അത് പൊട്ടി വരും കേട്ടോ. ആ സമയം വരെ ഇത് തിളപ്പിക്കണം. അപ്പോൾ അത് ഞാൻ വഴി കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് മോന് വരാറായി. ഇനിയിപ്പോൾ അവന് കൂട്ടാൻ പോകണം. അങ്ങനെ മോന് സ്കൂൾ വിട്ട് വന്നു. അങ്ങനെ അവനും കൂട്ടിയിട്ട് വന്നു. അവന് കൂട്ടാൻ പോയ സമയത്ത് ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ പൊട്ടി നല്ല വെന്ത് വരും. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ല തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല തണുപ്പിക്കണം കേട്ടോ, ചൂടോടെ അടിക്കാമെന്ന് നിൽക്കുക. ഇതിപ്പോൾ ഞാനൊരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന് മുകളിലായിട്ട് തണുപ്പിച്ചെടുക്കുകയാണ്. ഇല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് തണുത്ത് കിട്ടില്ല. നിങ്ങൾ രാവിലെയൊക്കെ ഇത് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതെങ്കിൽ ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് ഫാൻ്റെ അടിയിൽ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ ഇറക്കി വെച്ചത്. ഇനിയിപ്പോൾ ഞാൻ മിക്സിയിൽ മൊത്തത്തിലായി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പുറക്കുന്ന സമയത്ത് നന്നായിട്ട് തണുത്ത് കിട്ടും. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് മീൻ. ആ സമയത്ത് വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ വെള്ളത്തിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കിച്ചണിൽ വരുമ്പോൾ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഞാൻ രാവിലെ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രാവിലെ കുറച്ച് വീഡിയോ സ്കിപ്പ് ചെയ്തത്. വെള്ളം തീർന്നത് കണ്ടിട്ട് പിന്നെ ഞാൻ വെള്ളത്തിൻ്റെ പിന്നാലെ ഓടുകയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ മീനൊക്കെ ഞാൻ വെള്ളം തീരുന്ന സമയത്ത് മുമ്പ് തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വീണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ മീൻ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. എന്താ പറയുക, സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് തീരെ വയ്യായിരുന്നു. ഇന്ന് ഒരുപാട് പണിയുണ്ടായിരുന്നു. പിന്നെ കുട്ടികളിങ്ങനെ വെയിലത്ത് കൂട്ടിക്കൊണ്ട് വരലും പോലും അങ്ങനെ മൊത്തത്തിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണീൻ്റെ പരിപാടിയിലാണ്. പിന്നെ റൈസൊക്കെ വേവിച്ചെടുത്ത് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ദമ്മിടലാണ്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി. അങ്ങനെ ഇപ്പോൾ ദമ്മൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ നോമ്പ് തുറന്ന് നമ്മുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ നമ്മൾ കഴിക്കും വേണം കേട്ടോ. ഒരു 9 മണിയാകുമ്പോഴാണ് പിന്നെ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കി. മാംഗോ ജ്യൂസല്ല, മിൽക്ക് ഷേക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിന് നമ്മൾ ആദ്യം നല്ല കട്ട പാൽ തന്നെ എടുക്കണം. ആദ്യം നമുക്ക് വേണ്ടത്ര മാങ്ങ എടുക്കുക, നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കട്ട പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഷുഗറും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേനും ബാങ്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബിരിയാണി വെക്കുന്ന സമയത്തേക്കൊക്കെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു. പിന്നെ മാംഗോ ഒക്കെ എനിക്ക് കട്ട് ചെയ്ത് തന്നു. അങ്ങനെ നമ്മുടെ നോമ്പ് തുറ കഴിഞ്ഞു. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നിസ്കാരവും ഓത്തും അങ്ങനെയൊക്കെ ആയി. പിന്നെ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ കളിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കുട്ടികളുടെ ടൈം സ്പെൻഡ് ചെയ്യും. എന്നിട്ട് ഇതൊരു 8 മണിയാകുമ്പോഴത്തേനും കിച്ചണിൽ വന്നിട്ട് ബിരിയാണി എന്തായി നോക്കി. അങ്ങനെ അവസാനം ദമ്മൊക്കെ പൊട്ടിച്ചു. അങ്ങനെ ചോറൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാനിതിൽ ഇട്ടിട്ടില്ല കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്ത്തും ആവും. പിന്നെ നല്ല ടയർഡായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് ഞാൻ നെയ്മീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. വേണമെന്നുള്ളവർ ചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
കമൻറ്റ് ചെയ്യുക, ഞാൻ റെസിപ്പി പറയാം കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പീൻ്റെ വീഡിയോ എൻ്റെ ചാനലുണ്ട്, കാണാത്തവരാണെങ്കിൽ പോയി കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു പുതിയൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും.